വെടിവെപ്പ് ടീച്ചി കുടുങ്ങിയെന്ന് പറഞ്ഞ് നാടൊട്ടുക്കം വിളിച്ചു കൂവിയിട്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ദേ പോയി ഇതാ വന്നു. ഒരു ദിവസം വൈകുന്നേരം 5 മണിയായപ്പോൾ പോലീസിന് തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞു. എന്നാ പിന്നെ സ്റ്റേഷൻ വെറുതെ ഇരിക്കണ്ട, നമ്മുടെ TG മോഹൻദാസിനെ ഒന്ന് വിളിച്ചോണ്ട് വരാം. 2 വണ്ടി പോലീസുമായിട്ട് മട്ടാഞ്ചേരിയിലെ വീട്ടിലെത്തി തിരുവനന്തപുരം സൈബർ പോലീസ് മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തു. ചുമ്മാ കസ്റ്റഡിയൊന്നും ഇല്ല, വെറുതെ ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴല്ലേ പോയത്. കേരളത്തിലെ ഏറ്റവും സെക്യൂരിറ്റി കിട്ടിയ 71 വയസ്സുകാരൻ, അതാണ് TGയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീട്ടിൽ മര്യാദക്കിരുന്ന TGയെ എന്നാലും എന്തിനാ ഇപ്പൊ പോലീസ് പോയി വിളിച്ചോണ്ട് വന്നത്? ടിഷ്യൂം TGക്ക് വെടിവെക്കാൻ അങ്ങ് മുട്ടി നിൽക്കുക. സമരം ചെയ്യുന്ന കുട്ടികളെ ഞാനായിരുന്നെങ്കിൽ വെടിവെച്ച് കൊല്ലുമായിരുന്നു. ഒന്നും കൂടി ഉണ്ട് കേട്ടോ, അവിടെ കിടന്ന് അടികൊണ്ട് സമരം ചെയ്ത വിദ്യാർത്ഥിനികളില്ലേ, അവരൊക്കെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണെന്ന് ഒരു സൈദ്ധാന്തികൻ, BJPയുടെ പ്രത്യേകം സൈദ്ധാന്തികൻ, അങ്ങനെ സ്വയം വിളിക്കുന്ന TG മോഹൻദാസ് പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ. എന്നിട്ട് എന്തുണ്ടായി? കേസെടുത്തു. 11ാം ദിവസം കഴിഞ്ഞപ്പോൾ അറസ്റ്റും നടന്നു. എന്തിനാ സാറേ ഇത്രയും താമസിച്ചത്? കേസ് പഠിച്ച് പഴുതുകളൊക്കെ അടച്ച് വേണ്ട വിധത്തിൽ പോയി TGയെ പൂട്ടാൻ വേണ്ടിയിട്ടല്ലേ പോലീസുകാരെല്ലാവരും ഇത്രയും സമയമെടുത്തത്? സമയമെടുക്കും. ഒരു സാധാരണക്കാരൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വൈകുന്നേരത്തിന് മുന്നേ അയാൾ ജയിലിൽ ഉണ്ടായിരിക്കും. അങ്ങനെ നിസ്സാരം പോസ്റ്റുകൾ, ട്രോളുകളൊക്കെ ഇട്ട കേസിൽ വരെ പോലീസ് ഫോൺ പിടിച്ചെടുത്ത് അയാളെ ചോദ്യം ചെയ്ത കാര്യങ്ങൾ വരെ നമ്മൾ കണ്ടിരുന്നു. ഇവിടെ 11 ദിവസം പോലീസ് വീട്ടിൽ ചെന്ന് ചോദ്യം ചെയ്ത് ഒടുവിൽ കസ്റ്റഡിയിലെടുത്തു. എന്നിട്ട് ബാക്കി പറ. ഒരു പകലും 2 രാത്രിയും മതിയായിരുന്നു TGക്ക് പുറത്തു വരാൻ. TG ആരാ മോൻ? ശരിക്കും വെറുതെ സ്റ്റേഷനിലിരുന്ന പോലീസ് എന്തിനാ ഇപ്പോൾ പെട്രോളും ചെലവാക്കി TGയുടെ വീട്ടിലേക്ക് പോയതെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? ഇനി TGയെ കസ്റ്റഡിയിൽ വെച്ചപ്പോൾ സർക്കാരിന് ചെലവായത് എത്രയാണെന്ന് അറിയോ? ഭക്ഷണം 750, ഫുൾ ബോഡി ചെക്കപ്പ് ഒരു 12,000 രൂപയൊക്കെ വരും. പിന്നെ ജീപ്പിന് പെട്രോൾ അടിക്കാൻ പെട്രോളിന് വില കൂടുതലാണ്, 2,000 രൂപ. ബ്രഷ്, സോപ്പ്, പേസ്റ്റ് 250. ഒരു കട്ടൻ ചായ എങ്കിലും മേടിച്ചു കൊടുത്ത് കാണും 30 രൂപ. കഴിഞ്ഞോ? ഇല്ല സാർ, ആകെ മൊത്തത്തിൽ ഒരു 10-15,000 രൂപയുടെ ചെലവ്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇത് സോഷ്യൽ മീഡിയയിൽ വന്നൊരു ട്രോളാണ്. ഇങ്ങനെയൊക്കെയുള്ള ട്രോൾ പോസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് സംഗതിയൊക്കെ മനസ്സിലായി കാണുമല്ലോ. ശരിക്കും ചെക്കപ്പ് നടത്താൻ തന്നെയല്ലേ ജാമ്യം കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് പോലീസ് വന്ന് തൂക്കിക്കൊണ്ടുപോയത്? പെട്ടെന്ന് എങ്ങനെ ഉണ്ടായി ഈ ഒരു പോലീസിന്റെ ഇടപെടലും കസ്റ്റഡിയും അറസ്റ്റും ഒക്കെ? ആയെങ്കിൽ രാപ്പകലില്ലാതെ ഓടിച്ചിട്ട് പിടിച്ചപ്പോൾ സോഷ്യൽ മീഡിയയും ഒപ്പം മാധ്യമങ്ങളും ചോദിച്ചു, അല്ല ആയെങ്കിൽ പിടിക്കാൻ കാണിച്ച ഉശിരൊന്നും TGയെ പിടിക്കാൻ കാണിച്ചില്ലല്ലോ. ഇത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞെന്നറിയോ? ഞാനാണോ അറസ്റ്റ് ചെയ്യേണ്ടത്? അത് പോലീസ് അല്ലേ ചെയ്യേണ്ടത്? അതെ, രമേശ് ചെന്നിത്തല സാർ പറഞ്ഞത് എന്തായാലും ശരിയാണ്. പക്ഷേ ആയെങ്കിയെ പൂട്ടിയപ്പോൾ ഫുൾ ക്രെഡിറ്റ് ആഭ്യന്തരമന്ത്രിക്ക് തന്നെ കിട്ടുകയും ചെയ്തു. പരസ്യമായി കലാപം ആഹ്വാനം ചെയ്ത സ്ത്രീകളെ അധിക്ഷേപിച്ച ഒരാൾക്ക് ഈ 11 ദിവസം സുഖമായിട്ട് വീട്ടിലിരിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാ? ആയെങ്കിയെ തൂക്കി, മോഹൻദാസിനെ തൊട്ടില്ല എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കും വരെ കാത്തിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതും ഇതുവരെ പത്രിക എന്ന ചാനലിൽ TG പറഞ്ഞതൊന്നും തന്നെ ഡിലീറ്റും ചെയ്തിട്ടില്ല. വീഡിയോ നീക്കം ചെയ്യാൻ യൂട്യൂബിന് കത്തയക്കുമെന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഇനി എന്താ? ജാമ്യം കിട്ടി, പൊടിയും തട്ടി TG പോവുകയും ചെയ്തു. എന്തിൻ്റെ പേരിലാണ് ഇപ്പം ജാമ്യം കിട്ടിയത്? പ്രായം 71 കഴിഞ്ഞു. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ചിട്ടുണ്ട് കേട്ടോ. വിദ്യാർത്ഥികളെ തല്ലാൻ പാടില്ലേ? വിദ്യാർത്ഥികളെ എന്താ ഇന്ത്യൻ പീനൽ കോഡിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടോ? എന്താ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകത? അവർക്ക് കൊമ്പുണ്ടോ? വിദ്യാർത്ഥികൾക്ക് കൊമ്പുണ്ടോ എന്ന് ചോദിച്ച ഈ TG സാറേ, വയസ്സായവർക്ക് എന്താ കൊമ്പുണ്ടോ? ഞാൻ വല്ലോ ആയിരുന്നേൽ ചെന്ന് മുഖത്ത് ഒരടി അടിച്ചിട്ട് വീട്ടിൽ കയറാൻ പറയും. അങ്ങനെയല്ലേ TG പറഞ്ഞത്? ഇത്രയും പ്രായമായ ഒരാൾക്ക് സ്റ്റുഡിയോയിൽ ചെന്നിരുന്ന് ചാനലിലേക്ക് ഇത്രയും ശക്തമായി സംസാരിക്കാനൊക്കെ എങ്ങനെ കഴിയുന്നു? ജയിലിൽ കിടക്കാൻ മാത്രം പറ്റില്ല, ജന്തർ മന്ദിറിലെ കുട്ടികളെ വെടിവെക്കണമെന്ന് പറയാൻ ഒരു കുഴപ്പവും ഇല്ല. ഇനി 11 ദിവസം കാത്തിരുന്ന് TGയുടെ നിയമബോധമൊക്കെ കണ്ട് പേടിച്ച പോലീസ് എല്ലാ പഴുതും അടച്ചിട്ടേ അറസ്റ്റ് ചെയ്യാൻ പോകത്തുള്ളൂ എന്നാണ് നമ്മൾ കരുതിയത്. അല്ല പിള്ളേസ, അങ്ങനെയല്ലേ സംഭവിച്ചത്? കോടതി തന്നെ പോലീസിന്റെ വീഴ്ച എണ്ണി പറയുന്നുണ്ട്. നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റ് നിയമവിരുദ്ധമാണ്. സുപ്രീം കോടതി വിധി ലംഘിച്ചു എന്ന്. പ്രതി ഒളിവിൽ പോകുമെന്നോ തെളിവ് നശിപ്പിക്കുമെന്നോ ഒന്നും പോലീസിന് ബോധ്യപ്പെടുത്താൻ ഇവിടെ കഴിഞ്ഞിട്ടുമില്ല.
ഇതെല്ലാം കോടതിക്ക് തന്നെ പറയേണ്ടി വന്നു. പാവം ടി ജി. ഒരു നിമിഷം ടി ജിയെ നമ്മൾ എല്ലാവരും സംശയിച്ചു. ടി ജി ഒന്നും ചെയ്തിട്ടില്ലെന്ന്. ബുദ്ധിയുള്ള മനുഷ്യനാണ്, നാക്കാണ് പ്രശ്നം. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ പോലീസ് അറിയാഞ്ഞിട്ടാണോ ഈ പിഴവുകളൊക്കെ, അതോ ബോധപൂർവം ഒരു ദുർബലമായ കേസുണ്ടാക്കി പിന്നീട് എളുപ്പത്തിൽ ജാമ്യം കിട്ടാനായിട്ട് വഴിയൊരുക്കി കൊടുത്തതാണോ? അല്ലപ്പാ, ഏത് കേസിലാണ് ടി ജിയെ അങ്ങോട്ട് പിടിച്ചോണ്ട് പോയത്? ഒരു ചാക്ക് നിറയെ കേസുണ്ട് ടി ജിക്കെതിരായിട്ട്. ഈ 71 വയസ്സായ മനുഷ്യന് അതിൽ വലുതും ചെറുതുമായിട്ട് കുറേ വിവാദ പരാമർശങ്ങളാണ്. 2022 മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടതിനെ കുറിച്ച് എന്താ ഇദ്ദേഹം പറഞ്ഞതെന്നറിയോ? അത് കുടുംബ വഴക്കായിരുന്നു. എത്ര നിസ്സാരമായിട്ടാണ് ഒരു കൊലപാതകത്തേക്ക് ടി ജി സാർ കൈകാര്യം ചെയ്തത്. അപ്പൊ പിന്നെ ഈ വെടിവെപ്പിന്റെ കാര്യം പറയണോ? നിസ്സാരം. തീവ്ര ഹിന്ദുത്വ പ്രവർത്തകരുടെ വെടിയേറ്റ് സ്വന്തം വീടിന് മുന്നിൽ കൊല്ലപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകയെ കുടുംബ വഴക്ക് എന്ന് പറഞ്ഞ് ലളിതമാക്കാൻ നോക്കിയതാ സൈദ്ധാന്തികൻ തന്നെയാണ്. തീവ്ര ഹിന്ദുത്വ സംഘടനകളുമായി ബന്ധമുള്ളവരാണ് പ്രതികളെന്ന് അന്വേഷണ സംഘം തന്നെ കണ്ടെത്തിയ വിഷയമായിരുന്നു ഇത്. എന്നിട്ടും ചാനലിൽ വന്ന് കുടുംബ വഴക്ക് എന്ന് പറയാൻ അത് ടി ജി സാറിനെ കൊണ്ട് സാധിക്കുന്ന കാര്യം മാത്രമാണ്. അദ്ദേഹത്തിനേ പറ്റൂ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, ഇത് ഒരു പാറ്റേൺ ആണ്. വിദ്വേഷം പറയുക, പിടികൊടുക്കാതിരിക്കുക, പിടിക്കപ്പെട്ടാൽ പോലും ഇളവ് നേടുക. ഭയങ്കര പുള്ളി തന്നെയാണ്. നിയമമൊക്കെ അരച്ച് കലക്കി കുടിച്ച ആളാണ്. പോലീസിനും പേടിയാണെന്നേ. ഇനി RSS ഈ വിഷയത്തിൽ ഈ ഒരു സംസാരത്തിന് അല്ലെങ്കിൽ ഈ ഒരു വിവാദ സംസാരത്തിനൊക്കെ ശേഷം എന്താ പറഞ്ഞെന്നറിയോ? മോഹൻദാസ് ഞങ്ങളുടെ ഒരു ചുമതലകളും വഹിക്കുന്നില്ല. ആരാ? എന്താ? ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. സൗകര്യപൂർവ്വം അങ്ങോട്ട് കൈയഴുകി. വർഷങ്ങളായി സൈദ്ധാന്തികൻ എന്ന് വിളിക്കപ്പെട്ട് ചാനലുകളിലൊക്കെ സ്ഥിര സാന്നിധ്യമായി ഇപ്പോൾ വിവാദമായപ്പോൾ മാത്രം ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുന്നു. പക്ഷേ കേരളത്തിൽ BJPയുടെ മുഖം രക്ഷിക്കുന്ന ടി ജി അങ്ങനെ അങ്ങ് നമുക്ക് കളയാൻ പറ്റുമോ? ഇല്ല. അറസ്റ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരും തിരിച്ചു വന്നു. ടി ജി പറഞ്ഞതിനെ മാത്രമേ ഞങ്ങൾ തള്ളിക്കളയുന്നുള്ളൂ, ടി ജിയെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഇനി നിങ്ങൾ തന്നെ പറ, സ്ത്രീകളെ അപമാനിക്കുന്നത്, കലാപം ആഹ്വാനം ചെയ്യുന്നത്, അങ്ങനെ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് സമൂഹത്തിലേക്ക് പറയുന്ന ആ ഒരു സ്ഥിതി, ഇതൊക്കെയാണോ അഭിപ്രായ സ്വാതന്ത്ര്യം? പേടിക്കണ്ട, ഇത് മംഗളം TV ഓപ്പൺ ടോക്ക് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ട.